ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ദൈവാനുഗ്രഹങ്ങൾ കുടുംബത്തിൽ നിലനിൽക്കുന്നതിനും മാതാപിതാക്കളും മക്കളും വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ദൈവവചനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇന്ന് ഒത്തിരി പേര് ഉള്ളിലൊതുക്കുന്ന വേദനകളാണ് കുടുംബത്തെ സംബന്ധിച്ച്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞതുപോലെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന വേദനകൾ. എത്ര പ്രാർത്ഥിച്ചിട്ടും എന്ത് ചെയ്തിട്ടും ഇതാ കുടുംബത്തിൽ വചനമില്ല, പ്രാർത്ഥനയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥകൾ. അപ്പോൾ മാതാപിതാക്കൾക്ക് സ്വയം ആത്മശോധന ചെയ്യാനും അതുപോലെ കുടുംബത്തിൽ വിശുദ്ധിയുണ്ടോ, മാതാപിതാക്കൾ മക്കൾ വചനപ്രകാരം ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യാം. നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 23-ഉം 24-ഉം വാക്യങ്ങളിൽ ലാമേക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായേ സില്ലായേ ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമേക്കിൻ്റെ ഭാര്യമാരെ എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റേത് 77 ഇരട്ടി. ആരാണ് കായൻ? ആദത്തിൻ്റെയും ഹവ്വായുടെയും ആദ്യ മാതാപിതാക്കളുടെ മക്കളാണ് കായേനും ആബേലും. അതിൽ മൂത്തയാളാണ് കായേൻ. കായേൻ അസൂയ മൂത്ത് ഇതാ സ്വന്തം സഹോദരൻ ആബേലിനെ കൊന്നു. നമ്മളിത് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പാപം ചെയ്ത കായേൻ്റെ മകൻ്റെ ജീവിതമാണ്. കായേൻ്റെ മകനാണ് ലാമേക്ക്. ലാമേക്ക് പറയുകയാണ്, എന്നെ അടിച്ച ഒരുവനെയും എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെ ഞാൻ കൊന്നു കളഞ്ഞു. കൂളായിട്ട് പറയുകയാണ്. ഇന്ന് നമ്മൾ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ, യുവജനതയിലേക്ക്, കുട്ടികളിലേക്കൊക്കെ നോക്കിയാൽ ഇതാണ് അടിക്ക് അടി ഇടിക്ക് ഇടി എന്നുള്ള ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്ന് കൂളായിട്ട് പറയുന്ന അവസ്ഥ. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമേക്കിൻ്റേത് 77 ഇരട്ടിയായിരിക്കും. ഇനി നമ്മൾ കാണുന്നുണ്ട് പുരോഹിതനായ ഏലിയുടെ ജീവിതം. സാമുവേൽ പ്രവചനത്തിൽ ഇതാ ഹോഹ്നിയും ഫിനഹാസും. ദൈവത്തെയും ഭയമില്ല, മനുഷ്യരെയും ഭയമില്ല. പുരോഹിതനായ ഏലിയുടെ മക്കളാണ്. പാപം ചെയ്യാൻ ഒരു കൂസലുമില്ല. അവസാനം ഇതാ മറ്റുള്ളവരെയൊക്കെ ദൈവത്തോട് അടുപ്പിച്ച പുരോഹിതനായ ഏലി മക്കളെ തിരുത്താനായിട്ട് പറ്റിയില്ല. എന്താണ് സംഭവിച്ചത്? ഹോഹ്നിയും ഫിനഹാസും കൊല്ലപ്പെട്ട വാർത്ത, സ്വന്തം മക്കൾ കൊല്ലപ്പെട്ട വാർത്ത അറിഞ്ഞ് പുറകോട്ട് മറിഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 2 സാമുവേൽ 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഈ ദാവീദ് രാജാവ് ചതിവിൽ പാപം ചെയ്ത് തെറ്റായ ബന്ധത്തിലേക്ക്, തെറ്റായ ജീവിത രീതിയിലേക്ക്, അശുദ്ധിയിലേക്ക്, ചതിയിലേക്കൊക്കെ കടന്നു പോവുകയാണ്. എന്നാൽ 2 സാമുവേൽ 11-ലാണ് ദാവീദിൻ്റെ ചതിയും വഞ്ചനയും അശുദ്ധിയെല്ലാം കാണുന്നത്. ഇതാ ബത്ശേബയെ സ്വന്തമാക്കാൻ, മറ്റൊരുവൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ കൊലപാതകം വരെ നടത്തുന്നു, വ്യഭിചാരത്തിന് അടിമയാകുന്നു, സുബോധം നഷ്ടപ്പെടുന്നു. എന്നാൽ 2 സാമുവേൽ 13-ാം അധ്യായത്തിൽ കാണുന്നു, ഈ പാപം ചെയ്ത ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ വരുന്ന തകർച്ച. ദാവീദിൻ്റെ മക്കള് ഇതാ അബ്നോൻ എന്ന് പറഞ്ഞ മകൻ ദാവീദിൻ്റെ സ്വന്തം മകള് താമാറിനെ താമാറിനെ നശിപ്പിക്കുകയാണ്, ബലാത്കാരം ചെയ്യുകയാണ്. സ്വന്തം മകൻ തന്നെ, സ്വന്തം കുടുംബത്തിൽ നിന്ന് വാള് വരുന്നു. ഈ വാർത്തയറിഞ്ഞ ദാവീദിൻ്റെ സ്വന്തം മകൻ അബ്സലോം ഈ അമ്നോൻ എന്ന് പറഞ്ഞ സ്വന്തം പെങ്ങളെ നശിപ്പിച്ച അമ്നോൻ എന്ന് പറഞ്ഞ മകനെ ചതിവിൽ കൊല്ലുന്നു. അപ്പോൾ അപ്പനിലൂടെ ആരംഭിച്ച് കുടുംബത്തിൽ നിന്ന് വാള് തകർച്ച ഒഴിയാത്ത അവസ്ഥ. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാനും ആത്മശോധന ചെയ്യാനുമുള്ള ഒരു അവസരം കൂടിയാണിത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വാള് ഒഴിയുന്നില്ലേ? കേസുകൾ അവസാനിക്കുന്നില്ലേ? സ്വരുക്കൂട്ടി വെക്കുന്നതെല്ലാം ഊതിപ്പറതി പോകുന്ന
അവസ്ഥയാണോ? കടബാധ്യതകൾ ഒഴിയുന്നില്ലേ? പാരമ്പര്യ രോഗങ്ങൾ പിന്തുടരുന്ന അവസ്ഥയാണോ? യഥാർത്ഥമായ ഒരു മാനസാന്തരമില്ലാത്തതല്ലേ ഈ തകർച്ചകൾ വേട്ടയാടുന്നതിൻ്റെ കാരണം? അശുദ്ധമായത്, അഹിതമായത്, അർഹതപ്പെടാത്തത് കുടുംബത്തിൽ കടന്നുകൂടിയിട്ടുണ്ടോ? ഇനിയും ഉചിതമായ രീതിയിൽ അനുതപിക്കുകയും കുമ്പസാരത്തിൽ ഏറ്റു പറയാതിരിക്കുകയും അല്ലെങ്കിൽ പരിഹാരം ചെയ്യേണ്ടത് പരിഹാരം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നിരപരാധികളുടെ കണ്ണുനീര് കുടുംബത്ത് വീണ അവസ്ഥകൾ ഇതാ കുടുംബത്തെ തകർത്ത് കളയുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് മാനസാന്തരത്തിൻ്റെ വഴികളിലേക്ക് കടന്നു വരാം. ഇതാ കുടുംബങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടി ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. 2 സാമുവേൽ 7-ാം അധ്യായം 28-29 അങ്ങനെ 4 വചനങ്ങളാണ് ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് തരുന്നത്. കുടുംബത്തിൻ്റെ വിശദീകരണത്തിനും കുടുംബത്തിൽ നിന്ന് ബന്ധനങ്ങൾ അഴിയാനും കുടുംബം തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും വേണ്ടി. അപ്പോൾ 2 സാമുവേൽ 7-ാം അധ്യായം 28-29 ആണ് 1-ാമത്തെ വചനം. 2-ാമത്തെ വചനം ജോബ് 1:10. 3-ാമത്തെ വചനം അപ്പസ്തോല പ്രവർത്തനം 16:31. 4-ാമത്തെ വചനം ലൂക്ക 19:9. അപ്പോൾ ഈ വചനങ്ങളൊന്നും നമുക്ക് നോക്കാം. വചനം വെച്ച് 33 പ്രാവശ്യം വീതം 21 ദിവസം വിശ്വാസത്തോടെ, മുട്ടിന്മേൽ നിന്നാണെങ്കിൽ അത്രയും നല്ലത്, നമുക്ക് കരങ്ങൾ വിരിച്ചു പിടിച്ച് ശക്തമായിട്ട് ഈ വചനങ്ങൾ ഭാര്യയും ഭർത്താവും ചേർന്നാണെങ്കിൽ ഭംഗിയായി, കുടുംബം മുഴുവനുമാണെങ്കിൽ പറയാനുമില്ല, ഈ വചനങ്ങൾ പ്രാർത്ഥിച്ച് അനുദപിച്ച് ഈ വചനം പരിശുദ്ധാത്മ നിറവിൽ പ്രാർത്ഥിച്ചാൽ കുടുംബത്തിൻ്റെ മേലുള്ള കെട്ടുകൾ പടിപടിയായിട്ട് അഴിയുന്നത് കാണും. കാരണം ദൈവവചനത്തിന് അത്ഭുത ശക്തിയുണ്ട്. യോഹന്നാൻ 15:3 പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യോഹന്നാൻ 6:63 പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ട ദൈവിക ജീവൻ, ആത്മാവ്, അഭിഷേകം നമ്മുടെ കുടുംബത്തിലും തലമുറകളിലും ഇതാ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും. അപ്പോൾ 1-ാമത്തെ വചനം ഇതാണ് 2 സാമുവേൽ 7:28-29. ദൈവമായ കർത്താവേ, അങ്ങ് തന്നെ ദൈവം, അങ്ങയുടെ വചനം സത്യം. ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. എങ്ങനെ ദൈവത്തിന് ഉപേക്ഷിക്കാൻ പറ്റും? എന്ത് വീഴ്ചകൾ പറ്റിയാലും അതിൽ നിന്ന് ദൈവം ഉയർത്തിക്കൊണ്ടുവരും. നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. മത്തായി സുവിശേഷമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഇതാ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് ആണ് രക്ഷകൻ യേശു പിറന്നത് എന്ന് ദൈവം ദാവീദിനോട് ചെയ്ത വാഗ്ദാനം, ദാവീദിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുകയാണ്. ഇതാ രക്ഷകനെ നൽകുന്നത് പോലും ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നാണ്. അപ്പോൾ 2 സാമുവേൽ 7:28-29 ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. 2-ാമത്തെ വചനം ജോബ് 1:10. അവിടുന്ന് നിനക്കും നിൻ്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സംരക്ഷിക്കുന്നു. എന്ത് വേലിയാണ്? തിരുരക്തം കൊണ്ട് കോട്ട കെട്ടി വേലി കെട്ടി നാരികീയ ശക്തികളെ ആട്ടിപ്പായിക്കും. അപ്പോൾ നിനക്ക് എന്നുള്ള സ്ഥലത്ത് എനിക്കും എൻ്റെ ഭവനത്തിനും എന്ന് നമ്മൾ ഈ വചനം പ്രാർത്ഥിക്കുമ്പോൾ ജോബ് 1:10. 3-ാമത്തെ വചനമാണ് അപ്പോസ്തല പ്രവർത്തനം 16:31. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ആ വചനം എങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, ഞാനും എൻ്റെ കുടുംബവും നമ്മുടേതായിട്ട് ഈ വചനം സ്വീകരിക്കാൻ രക്ഷ പ്രാപിക്കും. ഈ വചനം എന്നിൽ നിറയട്ടെ, എൻ്റെ കുടുംബത്തിൽ നിറയട്ടെ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. വീണ്ടും 4-ാമത്തെ വചനം ലൂക്ക 19:9. യേശു പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ലോകത്തിലുള്ള വേറെ ആരുമല്ല പറഞ്ഞത്, ദൈവപുത്രനായ, മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശുവിൻ്റെ വാക്കുകളാണ്. സഖ്യവസ് മാനസാന്തരപ്പെട്ടപ്പോൾ യേശു പറഞ്ഞ ആ വചനം ഇന്ന് നമ്മുടേതായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവ് എൻ്റെ കുടുംബത്തിൽ രക്ഷയുടെ അനുഭവം എൻ്റെ കുടുംബത്തിൽ, മക്കളിൽ, തലമുറകളിൽ ഉണ്ടാകട്ടെ. ഈ 4 വചനങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്തിനിറങ്ങിയാലും മുടക്ക്, ചോർച്ചകൾ മാത്രം, കടബാധ്യതകൾ, രോഗങ്ങൾ മാറുന്നില്ല, ഒരു ഉയർച്ചയുമില്ല, തല്ലലാണ്, മാതാപിതാക്കൾ പറഞ്ഞ അവരുടെ തലയിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതിൻ്റെ കുറവുകൾ എന്തൊക്കെയാണോ അതെല്ലാം
ഈ വചനത്തിൻ്റെ ശക്തിയാൽ പരിഹരിക്കപ്പെടും, വിശുദ്ധീകരിക്കപ്പെടും. പുതുക്കി പണിയാനും ഇടിച്ചു തകർക്കാനും നട്ടു വളർത്താനും പിഴുതെറിയാനും ദൈവവചനത്തിന് ശക്തി ഉണ്ടെന്ന് ഓർക്കുക. വചനം യേശുവാണ്, വചനം ദൈവമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ശക്തിയുള്ളതാണ്, സന്ധിബന്ധങ്ങളിൽ കടന്നു വരുന്നതാണ്, തലമുറകളിലേക്ക് അത് കടന്നു വരാൻ കഴിവുള്ളതാണ്, ഇന്നലെയും ഇന്നും നാളെയും കളിലേക്കും കടന്നു വരാൻ കഴിവുള്ളതാണ് യേശു, ദൈവവചനം. അതുകൊണ്ട് ഈ വചനത്താൽ ഞങ്ങളെ നിറക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. ഒത്തിരി മാറ്റങ്ങൾ, ഫലങ്ങൾ കാണും. തുടർന്നും ഇപ്പം 33 പ്രാവശ്യം 21 ദിവസം എന്ന് പറയുന്നത് പോലെ വീണ്ടും തുടർന്നും ഞങ്ങൾ ആ ഫലങ്ങൾ, വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ ഇതുവരെ വിളിക്കാത്തവർ വിളിക്കുന്നു, വരാത്തവർ വരുന്നു, പുതിയ ഓപ്പണിങ്ങൾ കിട്ടുന്നു. നിങ്ങളിത് കമൻസ് ചെയ്യണം, നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ. അത് മറ്റുള്ളവർക്കും അത് വിശ്വാസയോഗ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ, ഇതിലുള്ള വചന ശുശ്രൂഷകളിൽ നിങ്ങൾക്ക് പങ്കുകാരാവുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലൂടെ വരുന്ന വീഡിയോകളും വചനങ്ങളും ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കത് ലൈക്ക് ആവുന്നെങ്കിൽ, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഇതുപോലെ വിഷമിക്കുന്ന, ഈ വചനം, ഈ അനുഭവം കിട്ടാത്ത, പണ്ടാരോ എന്നോട് പറഞ്ഞ, എന്തുകൊണ്ട് ബ്രദറെ ഇത് ആരും എന്നോട് ഇതുവരെ പറഞ്ഞില്ല, എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, ബ്രദറെ എന്തുകൊണ്ട് ഞങ്ങൾ ഈ ബ്രദറിൻ്റെ ഈ വചനം, ഈ ശുശ്രൂഷ ഇപ്പോൾ അറിയുന്നത്, ഇപ്പോൾ ആണ് ഞങ്ങളിത് കേൾക്കാൻ തുടങ്ങിയത്, ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് കേട്ടില്ല എന്ന്. അപ്പോൾ ഇതാ ഓരോന്നിനും ഓരോ സമയമുണ്ട്. പക്ഷെ എത്തിക്കേണ്ട പലരും അനങ്ങാതിരിക്കുന്നത് കൊണ്ടാണ് എത്തേണ്ട അടുത്ത് പല വചനവും എത്താതെ പോകുന്നത്. അതുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കാതെ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിലൂടെയുള്ള ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെ, ഈശോയെ അറിഞ്ഞ ആരായിരുന്നാലും, ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ടവരായാലും, യേശുവിൻ്റെ കൽപ്പന എന്താണ്? മേക്ക് ഡിസൈബിൾസ് ഓൾ നേഷൻസ്, ലോകം മുഴുവൻ പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ, എല്ലാവരെയും ശിക്ഷപ്പെടുത്തുവിൻ. യേശുവിനെ അനുഭവിച്ചറിഞ്ഞ ഓരോ വ്യക്തിയുടെയും ദൗത്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ തുടർന്ന് കമൻറ്റ് ചെയ്യണം. പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. ഈ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ വചനപ്രഘോഷകന് നൽകുന്ന പ്രത്യേക അധികാരത്തിൽ മത്തായി 10:8 രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കും, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഈ വചനം ശ്രവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികളിൽ നിന്ന് സകല പൈശാചിക ബന്ധനങ്ങളും, രോഗപീഠകൾ, ഭയങ്ങൾ, വചനം പ്രാർത്ഥിക്കുന്നതിനുള്ള മടുപ്പ്, ക്ഷീണം, അസ്വസ്ഥത, നിരാശ, വിശ്വാസക്കുറവെല്ലാം മാറിപ്പോട്ടെ. തർക്ക മനസ്ഥിതി മാറിപ്പോകട്ടെ. ഭിന്നത മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നല്ല ഉന്മേഷവും ഇവർക്ക് കിട്ടട്ടെ. യേശുവേ നന്ദി, സ്തുതി, സ്തുതി, സ്തുതി. കർത്താവിൻ്റെ അനുഗ്രഹിക്കുന്ന കരങ്ങൾ ഈ മക്കളുടെ മേൽ, ഈ കുടുംബങ്ങളുടെ മേൽ വരട്ടെ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടോ പൊട്ടട്ടെ. പരിശുദ്ധ അമ്മേ, മാതാവേ, യേശുവിൻ്റെ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം വഴി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിഗേൽ, ഗബ്രിയേൽ, റഫേൽ മാലാഖയുടെ സഹായം, സംരക്ഷണവും നൽകണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.